ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ്. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമായ എംപയർ മോട്ടോഴ്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. റോയൽ എൻഫീൽഡ് വണ്ടിയുമായി ബന്ധപ്പെട്ട ഓയിൽ ചേഞ്ചിൻ്റെ കുറച്ച് ഇൻഫർമേഷനാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളിൽ ഓയിൽ ചേഞ്ച് പീരീഡ് വരുന്നത് 10 മാസം അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ വെച്ചാണ്. ഇൻഡർസെപ്റ്റർ GT മോഡൽ വണ്ടികളുടെ ഓയിൽ ഗ്രേഡ് വരുന്നത് സിന്തറ്റിക് ഓയിൽ 10W50 ആണ്. ബാക്കി എല്ലാ മോഡൽ വണ്ടികളുടെയും ഗ്രേഡ് വരുന്നത് 50W50 സെമി സിന്തറ്റിക് ആണ്. ഈ പറഞ്ഞ ഓയിൽ ചേഞ്ച് പീരീഡിൽ തന്നെ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടതും ഇതേ ഗ്രേഡ് ഓയിൽ തന്നെ യൂസ് ചെയ്യേണ്ടതുമാണ്. ഈ പറഞ്ഞ കാര്യം കൃത്യമായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വണ്ടിയുടെ എഞ്ചിൻ പാർട്ടിന്റെ തേയ്മാനത്തിന് കാരണമാകുന്നു. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ക്ലാസിക് തണ്ടർബേർഡ് മോഡൽ വണ്ടികളുടെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഡ്രെയിൻ ബോൾട്ടുകളാണ് റിമൂവ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഈ കാണുന്നത് 19 അളവ് വരുന്ന ഡ്രെയിൻ ബോൾട്ടാണ്. അത് കഴിഞ്ഞ് റിമൂവ് ചെയ്യേണ്ടത് ഓയിൽ സ്റ്റെയിനർ ഘടിപ്പിച്ചിരിക്കുന്ന 8ന്റെ ഈ 2 ബോൾട്ടുകളാണ്. അത് കഴിഞ്ഞ് റിമൂവ് ചെയ്യേണ്ടത് 12 അളവ് വരുന്ന ഈ കാണുന്ന ഡ്രെയിൻ ബോൾട്ടാണ്. നിങ്ങളുടെ വണ്ടി ഓയിൽ ചേഞ്ച് ചെയ്യാൻ കൊടുക്കുന്ന സമയങ്ങളിൽ ഈ 3 ബോൾട്ടുകളും അഴിച്ചാൽ മാത്രമേ നമ്മുടെ എഞ്ചിനിലെ ഓയിൽ ഫുള്ളായിട്ട് പുറത്ത് വരത്തുള്ളൂ. നിങ്ങളുടെ വണ്ടി ഓയിൽ ചേഞ്ച് ചെയ്യാൻ കൊടുക്കുന്ന സമയങ്ങളിൽ ഈ 3 ബോൾട്ടുകളും അഴിച്ച് ഓയിൽ റിമൂവ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഈ കാണിച്ച 3 ബോൾട്ടുകൾ അഴിച്ച് എഞ്ചിൻ ഓയിൽ റിമൂവ് ചെയ്താൽ തന്നെ ഒരു ശകലം ഓയിൽ എഞ്ചിനിൽ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ വണ്ടിയുടെ എഞ്ചിൻ എപ്പോഴാണോ പൊളിച്ചു പണിയുന്നത് ആ സമയങ്ങളിൽ മാത്രമായിരിക്കും പൂർണ്ണമായിട്ടും ഓയിൽ പുറത്തെടുക്കാൻ സാധിക്കുന്നത്. നമ്മുടെ വണ്ടിയിൽ കൃത്യമായിട്ടുള്ള അളവ് ഓയിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് ഈ കാണിച്ചിരിക്കുന്ന ഗ്ലാസ് പാർട്ടിലൂടെയാണ്. ഈ കാണിച്ചിരിക്കുന്ന 2 ലൈൻ മിനിമം മാക്സിമം ആണ്. ഇതിന്റെ ഇടയിലായിരിക്കണം ഓയിൽ എപ്പോഴും നിൽക്കേണ്ടത്. ക്ലാസിക്, സ്റ്റാൻഡേർഡ്, തണ്ടർബേർഡ് എന്നീ വണ്ടികളുടെ ഓയിലിന്റെ അളവ് വരുന്നത് 2.3 ലിറ്റർ ആണ്. അടുത്തതായിട്ട് നമുക്ക് ഹിമാലയൻ മോഡൽ വണ്ടികളുടെ ഒന്ന് നോക്കാം. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഹിമാലയൻ വണ്ടികളുടെ ഓയിൽ ഡ്രെയിൻ ബോൾട്ട് വരുന്നത്. ഈ 2 വശത്തായിട്ട് കാണിച്ചിരിക്കുന്ന 8ന്റെ 2 ചെറിയ ബോൾട്ടുകൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓയിൽ സ്റ്റെയിനർ വരുന്നതും ഇതിനകത്ത് തന്നെയാണ്. ഹിമാലയൻ വണ്ടികളുടെ വലതുവശത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓയിൽ ഫിൽറ്റർ മാറുന്ന പോർഷനും കാണാൻ സാധിക്കുന്നതാണ്. ഹിമാലയന്റെ ഓയിലിന്റെ അളവ് വരുന്നത് 2 ലിറ്റർ ആണ്. അടുത്തതായിട്ട് നമുക്ക് മീറ്റിയോർ വണ്ടിയുടെ ഡ്രെയിൻ ബോൾട്ട് ഒന്ന് പരിശോധിക്കാം. എഞ്ചിന്റെ അടിവശത്തായിട്ടാണ് മീറ്റിയോർ വണ്ടിയുടെയും ഡ്രെയിൻ ബോൾട്ട് വരുന്നത്. ഈ കാണിച്ചിരിക്കുന്ന 8ന്റെ 2 ബോൾട്ടുകൾ മാത്രമാണ് ഓയിൽ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഊരേണ്ടത്. ഇതിനകത്ത് തന്നെയാണ് ഓയിൽ സ്റ്റെയിനറും വരുന്നത്. മീറ്റിയോർ വണ്ടികളിൽ വലതുവശത്ത് തന്നെയാണ് ഓയിൽ ഫിൽറ്ററിന്റെ പോർഷനും വരുന്നത്. മീറ്റിയോർ വണ്ടികളുടെ ഓയിലിന്റെ അളവ് വരുന്നത് 1.7 ലിറ്റർ ആണ്. അടുത്തതായിട്ട് നമുക്ക് ഇന്റർസെപ്റ്റർ മോഡൽ വണ്ടികളുടെ ഡ്രെയിൻ ബോൾട്ട് ഏത് ഭാഗത്തായിട്ടാണെന്ന് നമുക്ക് പരിശോധിക്കാം. എഞ്ചിന്റെ അടിവശത്ത് ഫ്രണ്ട് പോർഷനിലായിട്ടാണ് ഈ കാണുന്നത് പോലെ 12ന്റെ ഡ്രെയിൻ ബോൾട്ട് കൊടുത്തിരിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്ന 12ന്റെ ഡ്രെയിൻ ബോൾട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ ഡ്രെയിൻ ബോൾട്ടുകളെല്ലാം തന്നെ ഒരു ടെക്നീഷ്യന്റെ സഹായമില്ലാതെ നിങ്ങൾ ഊരാതിരിക്കാൻ ശ്രമിക്കുക. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോൾട്ടിന്റെയൊക്കെ ത്രെഡ് പോയി ഓയിൽ ലീക്ക് വരുന്നതിന് അത് കാരണമാകുന്നു. നിങ്ങൾ ഈ കാണുന്നതാണ് ഇന്റർസെപ്റ്റർ മോഡൽ വണ്ടികളുടെ ഓയിൽ ഫിൽറ്റർ. ഒരു സ്പെഷ്യൽ ടൂളിന്റെ സഹായമില്ലാതെ നമുക്ക് ഈ ഒരു ഫിൽറ്റർ ഊരിയെടുക്കാൻ സാധിക്കുന്നതല്ല. ഈ ഒരു ഒറ്റ ഫിൽറ്ററിന്റെ വില തന്നെ വരുന്നത് 450 രൂപയാണ്. ഇന്റർസെപ്റ്റർ മോഡൽ വണ്ടികളുടെ ഓയിലിന്റെ അളവ് വരുന്നത് 3.3 ലിറ്റർ ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.